KPCC പുനഃസംഘടന വീണ്ടും ചർച്ചയാവുകയാണ്. പല ഘട്ടങ്ങളിലും KPCC പുനഃസംഘടന ഇത്തരത്തിൽ ചർച്ചയാകാറുണ്ട്. KPCCയുടെ അധ്യക്ഷൻ ഉൾപ്പെടെ മാറുന്ന കാര്യം ചർച്ചയിൽ വരും. യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം കൊടുക്കണമെന്ന ആവശ്യമുയരും. മാധ്യമങ്ങളുടെ അത്തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകും. എന്നാൽ സാധാരണഗതിയിൽ പുനഃസംഘടന പൂർത്തിയായി കഴിയുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പരിഗണനകളോ പ്രാതിനിധ്യമോ ഒന്നും തന്നെ പല വിഭാഗങ്ങൾക്കും കിട്ടാറില്ല. പ്രത്യേകിച്ചും യുവാക്കൾക്ക്, വനിതകൾക്കൊന്നും തന്നെ കിട്ടാറില്ല. പ്രീതം വെപ്പ് കഴിയുമ്പോൾ പതിവുപോലെ എല്ലാവരും ഈ ഗ്രൂപ്പുമായി അടുത്ത് നിൽക്കുന്നവർ, ഗ്രൂപ്പിൻ്റെ ആൾക്കാർ, അതുതന്നെ മുതിർന്നവർ, പ്രായമേറിയവരൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഈ KPCCയുടെ പുനഃസംഘടന സജീവ ചർച്ചയാകുന്നതല്ലെങ്കിൽ വലിയ ജനശ്രദ്ധ നേടുന്നത് KPCC തലപ്പത്ത് മാറ്റം വരുമോ? നിലവിലെ അധ്യക്ഷൻ കെ സുധാകരൻ മാറിയാൽ പകരം ആര് വരും എന്നതാണ്. സുധാകരൻ മാറിയാൽ പകരം സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത് സാധാരണ കേൾക്കുന്ന പല പേരുകളുമുണ്ട്. അതിനുമപ്പുറം യുവാക്കളായ ഒരു വിഭാഗം ആളുകളുടെ, നേതാക്കളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു, ചർച്ചകളിലെങ്കിലും പറഞ്ഞു കേൾക്കുന്നു എന്നതാണ് ഏറെ രസകരമായ ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം. സാധാരണ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് യുവാക്കളുടെ പേരുകളൊന്നും അങ്ങനെ പരിഗണിച്ച് കേൾക്കാറില്ല. അത് തലമുതിർന്ന നേതാക്കളുടെ പേരുകളാണ് സാധാരണ അവിടെ പരിഗണിക്കപ്പെടുക. അവസാനം ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നതും അത്തരത്തിലുള്ള നേതാക്കളെ തന്നെ ആയിരിക്കും. നിലവിൽ കെ സുധാകരനാണ് അധ്യക്ഷൻ. അദ്ദേഹത്തിന് ഏതാണ്ട് 70 വയസ്സിന് മേളിലായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മക്കുറവും അദ്ദേഹത്തിൻ്റെ വാവിട്ടുള്ള വാക്കുകളും പ്രസ്താവനകളും മുൻപിന്നാലോചിക്കാതെയുള്ള ചില അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും ഒക്കെ തന്നെ പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതിൽ ഘടകകക്ഷികൾ തന്നെ പലപ്പോഴും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുധാകരൻ വന്ന സമയത്ത് ഈ പാർട്ടിയെ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് മാറ്റാൻ ഉള്ള നീക്കം നടന്നിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെങ്കിലും പൂർണ്ണമായും ഒരു കേഡർ സ്വഭാവത്തിലേക്ക് കോൺഗ്രസിനെ പോലൊരു പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സെമി കേഡർ എന്ന നിലയിൽ പാർട്ടിയെ മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പുനഃസംഘടന താഴെ തട്ട് മുതൽ തുടങ്ങിയത്. എന്നാൽ അത് പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. എങ്ങും എത്തിയില്ല. അത് സെമി കേഡറിലേക്കും എത്തിയില്ല, കേഡറുമായില്ല, ഒന്നുമാകാത്ത ഒരു കുഴഞ്ഞു മാറിയ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതുകൊണ്ട് തന്നെ നിലവിലെ പ്രസിഡന്റുമായിട്ട്, അല്ലെങ്കിൽ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിർത്തി മുന്നോട്ട് പോയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പാർട്ടിയെ, മുന്നണിയെ അത് കാര്യമായിട്ട് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തൽ പല കോണുകളിൽ നിന്നുമുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിലുള്ള പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും വരുന്നത്, സജീവമാകുന്നത്. സുധാകരൻ മാറാൻ തയ്യാറാകുമോ എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യം. മുൻപ് അത്തരത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനൊപ്പം തന്നെ അത്തരത്തിലുള്ള KPCC അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ അവരുടെ അനുമതിയൊന്നും ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്ത് മാറ്റുന്നു, പുതിയൊരു അധ്യക്ഷനെ നിയമിക്കുന്നു എന്നതാണ് കീഴ്വഴക്കം. ഇവിടെ എന്നാൽ സുധാകരനെ അങ്ങനെ ഏകപക്ഷീയമായി മാറ്റാൻ കഴിയുകയില്ല. അദ്ദേഹം ഒരു പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് അദ്ദേഹം പോകുമോ എന്നൊക്കെയുള്ള ആശങ്ക ദേശീയ നേതൃത്വത്തിന് തന്നെയുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെ കരുതലോടെയായിരിക്കും ഹൈക്കമാൻഡ് ഉൾപ്പെടെ ഒരു തീരുമാനമെടുക്കുക. പക്ഷേ സുധാകരനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം പാർട്ടിക്ക് നിലവിൽ ഉണ്ട് താനും. അതുകൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പുതിയൊരു അധ്യക്ഷനെ നിയമിക്കുക എന്നതാകും ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. കെ സുധാകരൻ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അത്തരത്തിൽ KPCC അധ്യക്ഷനെ മാറ്റുന്ന ചർച്ചകളൊന്നും കേരളത്തിലല്ല നടക്കുന്നത്, അതങ്ങ് ഡൽഹിയിലാണ്. മാധ്യമങ്ങൾ ചില വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. മാധ്യമങ്ങളുടെ ഊഹാപോഹമാണ് ഇത്തരത്തിൽ KPCC അധ്യക്ഷനെ മാറ്റുമെന്നൊക്കെയുള്ളത് എന്ന് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചു കഴിഞ്ഞു. അതായത് താൻ മാറാൻ സന്നദ്ധനല്ല, അത്തരത്തിലുള്ള ചർച്ചകളോട് തനിക്ക് താല്പര്യമില്ല എന്നതാണ് അദ്ദേഹം തൻ്റെ നിലപാടായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിലവിലിപ്പോൾ പണ്ടത്തെ പോലെ AI ഗ്രൂപ്പുകളുടെ ഒരു ഏറ്റുമുട്ടലല്ല ഉള്ളത്. പ്രത്യക്ഷത്തിൽ ഗ്രൂപ്പില്ല എന്ന കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ പറയുമ്പോൾ പോലും അവരുടെ രണ്ടിൻ്റെയും നേതൃത്വത്തിൽ ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് VD സതീശൻ ഗ്രൂപ്പും മറ്റൊന്ന് VD സതീശൻ വിരുദ്ധ ഗ്രൂപ്പുമാണ്. ഈ VD സതീശൻ വിരുദ്ധ ഗ്രൂപ്പുകൾ എല്ലാവരും തന്നെ സുധാകരനെ പൂർണ്ണമായും അംഗീകരിക്കുന്നവരല്ല. പക്ഷേ സതീശനെ എതിർക്കാൻ വേണ്ടി സുധാകരനെ പിന്തുണ കൊടുക്കാം എന്ന നിലപാടുള്ളവരാണ് ഇതിൽ പല നേതാക്കളും. ആ നേതാക്കളൊക്കെ തന്നെ അവരുടേതായ ഗ്രൂപ്പുകളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം A ഗ്രൂപ്പ് ഏതാണ്ട് നാമാവശേഷമായി കഴിഞ്ഞു.
ബെന്നി ബെഹനാനെ പോലെയുള്ള നേതാക്കൾ, KC ജോസഫിനെ പോലെയുള്ള നേതാക്കൾ, അവരാണ് അതിനെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഇപ്പോഴും എ ഗ്രൂപ്പിനെ ഒന്ന് സജീവമാക്കി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് ഈ പറയുന്ന സതീശന്റെയും സുധാകരന്റെയും നേതൃത്വത്തിന് കീഴിൽ അത് നടക്കുന്നില്ല. ഗ്രൂപ്പുകളെയൊക്കെ ഇല്ലായ്മ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ലക്ഷ്യമെന്ന് ഈ രണ്ട് നേതാക്കളും നിരന്തരം പറയുന്നുണ്ട്. പക്ഷേ ആ രീതിയിൽ ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. പലരും വിമർശിക്കുന്നത് നേരത്തെ AI ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇപ്പോൾ സതീശനും സുധാകരനും നേതൃത്വത്തിലേക്ക് വന്ന ശേഷം അനവധി ഗ്രൂപ്പുകൾ, ഒരുപക്ഷെ എണ്ണിയെടുക്കാൻ പറ്റാത്തത്ര ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. സുധാകരനെ, ഒപ്പം തന്നെ സതീശനെ, രമേശ് ചെന്നിത്തല, K മുരളീധരന്, KC വേണുഗോപാൽ, അങ്ങനെ തുടങ്ങി താഴെ തട്ട് വരെ ഓരോ നേതാക്കന്മാരും തങ്ങളുടേതായ രീതിയിൽ ഓരോ ഗ്രൂപ്പ് സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നു എന്ന വിമർശനമാണ് പല കോണുകളിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ തന്നെ ഉന്നയിക്കുന്നത്. ഈ KPCC അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പേരുകളിലേക്ക് വന്നാൽ പല പേരുകൾ, അതിൽ ഈ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം നോക്കുകയാണെങ്കിൽ പ്രമുഖമായിട്ടുള്ള പേരുകൾ വരുന്നത്, ഒന്ന് മാത്യു കുഴൽനാടൻ MLA ആണ്. അദ്ദേഹം നിലവിൽ മൂവാറ്റുപുഴയിൽ നിന്നുള്ള MLA ആണ്. സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടിയിട്ട് ചാട്ടുളി പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കോൺഗ്രസിന്റെ യുവ നേതാവാണ്, തീപ്പൊരി നേതാവാണ് അദ്ദേഹം. നമ്മൾക്കറിയാം, സഭയിൽ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കെതിരെ നേർക്കുനേർ കൈ ചൂണ്ടിക്കൊണ്ട് നിന്നുകൊണ്ട് വാദമുഖങ്ങൾ ഉന്നയിക്കാനും വിമർശിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും ഒക്കെ ധൈര്യം കാട്ടിയിട്ടുള്ള ഒരു നേതാവാണ്. മുൻപ് നമ്മുടെ അന്തരിച്ചുപോയ PT തോമസ് അത്തരത്തിൽ നേർക്കുനേർ നിന്ന് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ സഭയിൽ അങ്ങനെ പിണറായി വിജയനെതിരെ ശക്തമായിട്ട് വിമർശനം ഉന്നയിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് മാത്യു കുഴൽനാടനെ കാണുന്നത്. ആ സഭയ്ക്ക് പുറത്തും അദ്ദേഹം ആ രീതിയിൽ മികവ് പുലർത്തുന്നുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് അദ്ദേഹം. പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതാവാണ്. മറ്റു പല യൂത്ത് കോൺഗ്രസ്, KSU സംഘടനകളിലൊക്കെ തന്നെ പല പദവികൾ വഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ എന്താ പറയുക, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ശക്തമായ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ഒരു നേതാവല്ല എന്നൊരു പോരായ്മ അദ്ദേഹത്തിനുണ്ട്. എങ്കിൽ പോലും പറഞ്ഞു കേൾക്കുന്ന പേരുകളിലൊന്നാണ്, അത്തരത്തിൽ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു നേതാവ് KPCCയുടെ തലപ്പത്തേക്ക് വന്നാൽ അത് പാർട്ടിക്ക് സംസ്ഥാന വ്യാപകമായി മൊത്തത്തിൽ ഒരു ഊർജം നൽകും എന്നൊരു കണക്കുകൂട്ടൽ ഉണ്ട്. പിന്നീട് യുവ MLA, അങ്കമാലിയിൽ നിന്നുള്ള MLA റോജി M ജോണിന്റെ പേരാണ്. അദ്ദേഹം NSUI മുൻ ദേശീയ പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. നിലവിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ എങ്കിൽ പോലും സഭയ്ക്കകത്ത് ശക്തമായ ആരോപണങ്ങൾ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്ന, പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും നിർണായകമായ അടിയന്തര പ്രമേയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ റോജി M ജോണിന്റെ പേര് കേൾക്കുന്നുണ്ട്. പിന്നീട് കേൾക്കുന്നത് മുതിർന്ന നേതാക്കളിലേക്ക് വരികയാണെങ്കിൽ ബെന്നി ബെഹന്നാന്റെ പേര്. അദ്ദേഹം മുൻ UDF കൺവീനറാണ്, മുൻ KPCC ജനറൽ സെക്രട്ടറിയാണ്, രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നുള്ള MP ആണ്. മുതിർന്ന നേതാവ്, സഭയുമായൊക്കെ ബന്ധമുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ബെന്നി ബെഹന്നാൻ, ഒപ്പം തന്നെ റോജി M ജോൺ, മാത്യു കുഴൽനാടൻ, കൂടാതെ പത്തനംതിട്ട MP ആൻഡ്രോ ആന്റണി, അദ്ദേഹം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. കൂടാതെ കോട്ടയം മുൻ DCC അധ്യക്ഷനായിരുന്നു. ഈ 4 പേരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം, അത്തരത്തിൽ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ്, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ ആ വിഭാഗത്തിനെ ഒപ്പം നിർത്താൻ കഴിയുമെന്നൊരു കണക്കുകൂട്ടൽ. നിലവിൽ അത്തരത്തിൽ സഭകളെ എല്ലാം ഒന്നിപ്പിച്ച് UDFനൊപ്പം നിർത്താൻ കഴിയുന്ന നേതാക്കളുടെ ഒരു അഭാവം കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശരിക്കും അനുഭവിച്ചറിയുന്നുണ്ട്. കാരണം നേരത്തെ ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാവ് ഉണ്ടായിരുന്നു. UDFലാണെങ്കിൽ KM മാണി ഉണ്ടായിരുന്നു. നേരത്തെ AK ആന്റണി ഉണ്ടായിരുന്നു. ഇപ്പോൾ AK ആന്റണി വിശ്രമ ജീവിതത്തിലാണ്. ഉമ്മൻചാണ്ടി പോയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ പോലെ നേതൃപാടവം അല്ലെങ്കിൽ എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്താനുള്ള ഒരു കഴിവ്, മികവും ഒക്കെ തന്നെയുള്ള നേതാക്കൾ ഇല്ലാത്തത് അത്തരത്തിൽ മധ്യ കേരളത്തിലൊക്കെ തന്നെ ആ ക്രിസ്ത്യൻ ബെൽറ്റിനെ പാർട്ടിയോട്, മുന്നണിയോട് അടുപ്പിച്ച് നിർത്തുന്നതിൽ വലിയൊരു തിരിച്ചടി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നേതാവിനെ, ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഒരു നേതാവിനെ ഈ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തെ കൊണ്ടുവന്നാൽ അത് ഗുണകരമാകുമെന്ന ഒരു വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ചും BJP ഈ മധ്യ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സഭ
നേതൃത്വങ്ങൾക്കിടയിൽ കടന്നു കയറി അവിടെ സ്വാധീനം ഉണ്ടാക്കാനും വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമം കഴിഞ്ഞ കുറെ കാലമായിട്ട് നടത്തുന്നുണ്ട്. അത് ചെറിയ രീതിയിലൊക്കെ വിജയിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പല വിഷയങ്ങളിലും BJP സ്വീകരിക്കുന്ന പല വിഷയങ്ങളിലും ഇത്തരത്തിൽ സഭകൾ അവർക്ക് പിന്തുണ കൊടുക്കുന്ന, അവരോടൊപ്പം ചേർന്ന് പോകുന്ന ഒരു നിലപാട് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ മുനമ്പം പോലെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ നമ്മളത് കാണുന്നുണ്ട്. തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ BJPയുടെ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥി വിജയിച്ച് വരുന്നത് നമ്മൾ കണ്ടു. അവിടെയൊക്കെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അതൊക്കെ തന്നെ കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ വിഭാഗത്തെ പൂർണ്ണമായും കൂടെ നിർത്തിയാൽ മാത്രമേ മധ്യ കേരളത്തിലൊക്കെ തന്നെ UDFന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ. പ്രത്യേകിച്ചും ഈ മാണി കോൺഗ്രസ് വിഭാഗം മുന്നണി വിട്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതിനുശേഷം കൊണ്ട് നടന്ന 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഉൾപ്പെടെ UDFന്റെ ശക്തി കേന്ദ്രമായ കോട്ടയത്ത് ഉൾപ്പെടെ വലിയൊരു തിരിച്ചടി, പത്തനംതിട്ടയിൽ ഒരു MLA പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ കൊണ്ടുവരാൻ ആലോചിച്ചാൽ, ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്താൽ ഈ പറയുന്ന പേരുകൾ ഏതെങ്കിലും ഒരു പേരിനായിരിക്കും മുൻഗണന ലഭിക്കുക. അതിൽ യുവാക്കളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന റോജി എം ജോൺ, മാത്യു കുലനാടന്റെ ഒക്കെ പേരുകൾ ഉണ്ട്. ഇനി അതല്ല, ഒരു പിന്നോക്ക വിഭാഗത്തിലുള്ള ഒരു നേതാവിനെയാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഉയർന്നു കേൾക്കുന്ന പേര് വളരെ പരിണതപ്രജ്ഞനായ പരിചയസമ്പന്നനായ നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് MP ആണ്. അദ്ദേഹം മാവേലിക്കരയിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം 7-8 തവണ MP ആയിട്ട് അത്തരത്തിൽ വലിയ ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം തവണ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ഒരാളാണ്. ഇത്തവണ അദ്ദേഹം പ്രോടൈം സ്പീക്കറൊക്കെ ആകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് അവസാന നിമിഷം അത് സംഭവിച്ചില്ല. BJPയുടെ തന്നെ മറ്റൊരു നേതാവ് പ്രോടൈം സ്പീക്കറായി മാറുകയായിരുന്നു. അത് വലിയ വിവാദവുമായി മാറിയിരുന്നു. കൊടിക്കുന്നിനെ സംബന്ധിച്ച് അദ്ദേഹം സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് നേരത്തെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പിന്നോക്ക വിഭാഗത്തിലുള്ള നേതാവിനെയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് വലിയൊരു സാധ്യതയുണ്ട്. ദേശീയ തലത്തിൽ ഒരു ദളിത് നേതാവാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ആ ഒരു പാത പിന്തുടർന്ന് സംസ്ഥാനത്തും അത്തരത്തിൽ ഒരു പിന്നോക്ക വിഭാഗ നേതാവ് വരണം എന്ന് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടിയാൽ കൊടിക്കുന്നിൽ സുരേഷിന് നറുക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 KPCC അധ്യക്ഷന്മാരുടെ ഒരു സമുദായം നോക്കുകയാണെങ്കിൽ ഒരേ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് വരുന്നത്. ആ സമുദായത്തിന് തന്നെ വീണ്ടും പ്രാതിനിധ്യം കൊടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ ഉയർന്നു കേൾക്കുന്ന പേര് ആറ്റിങ്ങിൽ നിന്നുള്ള MP അടൂർ പ്രകാശിൻ്റെതാണ്. അദ്ദേഹം ഈ പറയുന്നത് പോലെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, മുൻ മന്ത്രിയാണ്. ഏതാണ്ട് 28 വർഷക്കാലം കോന്നി എന്ന LDFന്റെ കുത്തക മണ്ഡലമായിരുന്ന അവിടെ 91 വിജയിച്ച ശേഷം പിന്നീട് 2019 വരെ അദ്ദേഹം അവിടെ തുടർച്ചയായിട്ട് MLA ആയിരുന്നു. 2019 അദ്ദേഹം ആറ്റിങ്ങിൽ നിന്നും MP ആയിട്ട് വിജയിച്ചതോടെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന് LDF അവിടെ ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അത്തരത്തിൽ കരുത്തുറ്റ ഒരു നേതാവാണ് അടൂർ പ്രകാശ്. ഇത്തവണ ശക്തമായ പോരാട്ടത്തിലാണ് അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലം നിലനിർത്തിയത്. അപ്പോൾ ആ സമുദായത്തിൽ നിന്നുള്ളൊരു നേതാവിനെ ഓപ്റ്റ് ചെയ്താൽ അടൂർ പ്രകാശിനും നറുക്കു വീഴാം. അങ്ങനെ നിരവധി പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് നടപ്പിലാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ യുവ നേതാക്കൾ ഒക്കെ തന്നെ പേരുകൾ ഉയർന്നു വരും. അവസാനം ഏതെങ്കിലും മുതിർന്ന ഒരു നേതാവിനെ കൊടുത്തുകൊണ്ട് യുവാക്കളെ അനുനയിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വിഷയത്തിൽ ഇന്നലെ യുവ നേതാക്കളിൽ ഒരാളായ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ ശശി തരൂർ MPയും പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, നിലവിൽ യുവാക്കൾക്ക് മതിയായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, യുവാക്കൾ വന്നാൽ അത് സ്വീകരിക്കപ്പെടണം, അത് നല്ല കാര്യം തന്നെയാണ്. എങ്കിൽ പോലും അദ്ദേഹം സുധാകരനെ മാറ്റണമെന്നോ അല്ലെങ്കിൽ നിലവിൽ യുവാക്കൾക്ക് പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറയുന്നത് താൻ അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ രാഹുൽ മങ്കൂട്ടത്തിനെയാണ് സ്ഥാനാർത്ഥിയാക്കി. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അപ്പോൾ യുവാക്കൾക്ക് പരിഗണന പാർട്ടി കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന നിലയിൽ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ സുധാകരൻ മാറണമെന്നോ ഇല്ലെന്നോ അദ്ദേഹം ഒരു നിലപാട് പറയുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ശശി തരൂർ പറയുന്നത് KPCC അധ്യക്ഷൻ നിലവിൽ മാറേണ്ട സാഹചര്യമേ ഇല്ല. അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം അദ്ദേഹം മുന്നണിക്ക് നേടിക്കൊടുത്തു, കോൺഗ്രസിന് നേടിക്കൊടുത്തു. 20-ൽ 18 സീറ്റുകളും UDF ജയിച്ചു. അദ്ദേഹത്തിന്റെ കാലയളവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വിജയിച്ചു, സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞു. ചേലക്കരയിൽ അത് സിറ്റിംഗ് സീറ്റ് അല്ല, അവിടെ മാത്രമാണ് തോറ്റത്. UDFന്റെ കോൺഗ്രസിന്റെ സീറ്റുകളൊക്കെ തന്നെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ നിലവിലൊരു നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്, സുധാകരൻ മാറുകയാണെങ്കിൽ ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് മാറട്ടെ,
അങ്ങനെ ഒരാൾ മാത്രം മാറേണ്ട എന്ന നിലയിൽ ഒരു അത്തരത്തിലൊരു ധ്വനിയോടുകൂടിയാണ് ശശി തരൂരിന്റെ പ്രതികരണം. എന്തായാലും വി ഡി സതീശൻ ഇക്കാര്യത്തിൽ തുറന്നൊരു അഭിപ്രായം പറയുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പാർട്ടിക്ക് ഗുണകരമാകില്ല എന്നൊരു നിലപാട് അദ്ദേഹത്തിനുണ്ടെങ്കിൽ പോലും താനത് തുറന്നു പറയുന്നില്ല. ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കട്ടെ എന്നതാണ് സതീശന്റെ ഒരു നിലപാട്. എന്തു തന്നെ ആയാലും ഒരു മാറ്റം KPCC തലപ്പത്ത് അനിവാര്യമാണത് പാർട്ടിയും അണികളും എല്ലാം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ സുധാകരൻ പല വിഷയങ്ങളിലും പാർട്ടിയെ ഉത്തേജിപ്പിക്കുന്ന നിലയിൽ, അണികളെ ആവേശഭരിതരാക്കുന്ന നിലയിൽ പ്രതികരണം നടത്തുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രായവും മറ്റ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഊർജ്ജസ്വലമായിട്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് സജീവമായിട്ട് മുന്നിൽ നിന്ന് ഇനിയിപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അങ്ങനെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അനുവദിക്കുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു യുവ നേതാവ് വരിക എന്നതായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം. അവിടേക്ക് ദേശീയ നേതൃത്വം എത്തുമോ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം.